ട്രായുടെ താരിഫ് ഓർഡറിനെതിരെ സിഒഎ നടത്തിയ ഏകദിന ഉപവാസ സമരം ജനകീയ പ്രക്ഷോഭമായി മാറി. സിഒഎക്ക് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. നെല്ല് സംഭരണ മില്ലുകൾ സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നു. ഏനമാവ് മുല്ലശ്ശേരി മേഖലയിലെ കോൾ കർഷകർ വിളവെടുപ്പ് നീട്ടിവച്ചു. കോൾ ഡബിൾ പദ്ധതിയും പ്രതിസന്ധിയിൽ. നഗരവികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടിയ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ. തൃശൂർ പൂങ്കുന്നം സെന്ററിൽ നിർമ്മിക്കുന്ന റൌണ്ട് അബൌട്ട് ഗതാഗത സ്തംഭനത്തിന് കാരണമാകുന്നതായി ആക്ഷേപം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സ്ത്രീകൾക്കെതിരായ കേസുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് മതിയായ കോടതികൾ ഇല്ലെന്നും ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ വേണമെന്ന BDJSന്റെ ആവശ്യം BJP കോർ കമ്മിറ്റി യോഗം തള്ളി. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പരാജയമായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ട്രായുടെ താരിഫ് ഓർഡറിനെതിരെ സിഒഎ നടത്തിയ ഏകദിന ഉപവാസ സമരം ഈ രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭമായി മാറി. ഉപവാസ സമരം സിന്ദാബാദ്, കരിദിനാചരണം സിന്ദാബാദ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ താരിഫ് ഓർഡറിനെതിരെ ചാനലുകൾ എല്ലാം ഓഫ് ചെയ്താണ് കേബിൾ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരമൊരുക്കിയത്. രാവിലെ 6 മുതൽ രാത്രി 10 വരെ നെറ്റ്വർക്കുകളിൽ ചാനലുകൾ ഓഫാക്കിയാണ് കരിദിനാചരണം ഒരുക്കിയത്. കരിദിനാചരണത്തിന്റെ ഭാഗമായി സിഒഎ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സിഒഎ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ ചെറുകിട വ്യവസായ മേഖലകൾ കുത്തകകൾക്ക് കൈയടക്കുന്നതിനായി അവസരമൊരുക്കുന്നതിന്റെ ഉദാഹരണമാണ് ട്രായുടെ പുതിയ നയമെന്നും സിഒഎയുടെ സമരം ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള യജ്ഞത്തിന്റെ കൂടി ഭാഗമാണെന്നും അമ്പലപ്പാട്ട് മണികണ്ഠൻ പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി പോലും നടത്താൻ കെൽപ്പുള്ളവരായി ഇന്ന് നമ്മുടെ രാജ്യത്ത് കുത്തകകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രായ് നയം രൂപീകരിച്ചത് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റർമാരെയോ അതിൻ്റെ ഉപഭോക്താക്കളെയോ കണക്കിലെടുക്കാതെയുള്ള നയരൂപീകരണമാണ് ഇന്ന് പുതിയ ഈ ട്രായുടെ താരിഫ് നിരക്കുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്നത്. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം PB സുരേഷ്, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഗോപകുമാർ, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം PP സുരേഷ് കുമാർ, ട്രഷറർ PV വിനോദ്, സിഒഎ ജില്ലാ സെക്രട്ടറി PA ആന്റണി തുടങ്ങി നിരവധി പേർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. MLA മാരായ മുരളി പെരുന്നള്ളി, അഡ്വക്കേറ്റ് K രാജൻ, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത്, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ്, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, TK വാസു, KV ദാസൻ, CV കുര്യാക്കോസ്, KPR നമ്പീശൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ജോസ് തേക്കാത്തല തുടങ്ങി നിരവധി പേർ സമരത്തിന് ഐക്യദാർഢ്യം നേർന്നു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. കുത്തകകൾക്ക് വേണ്ടി ജനങ്ങളെയും കേബിൾ ഓപ്പറേറ്റർമാരെയും തമ്മിൽ തല്ലിക്കുന്ന കോർപ്പറേറ്റ് തന്ത്രമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ട്രായ് നടപ്പാക്കുന്ന പുതിയ നയത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റർമാർ നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളും കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ട്രായിയുടെ പുതിയ നടപടികൾ. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് ട്രായിയുടെ നടപടി. ആകർഷകമെന്ന് തോന്നിപ്പിക്കുന്ന വിധം നടപ്പാക്കുന്ന താരിഫ് ഓർഡർ വഴി ഒരേ സമയം ജനത്തെ കബളിപ്പിക്കുകയും കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് ചൂഷണത്തിന് അവസരം ഒരുക്കുകയും ചെയ്യുകയാണ്. പുതിയ നയം നടപ്പായാൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ കോർപ്പറേറ്റുകൾക്ക് വഴിമാറാൻ നിർബന്ധിതരാകും. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. സിഒഎ നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും CITU പൂർണ്ണ പിന്തുണ നൽകുമെന്ന് MM വർഗീസ് പറഞ്ഞു. കോർപ്പറേറ്റ് കമ്പനികളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ആയിട്ട് രംഗത്ത് വരാൻ പോകുന്നത്. അതും വൻകിട ചാനലുകൾ എന്ന് പറയുമ്പോൾ ദേശീയ കോർപ്പറേറ്റുകള്, അതോടൊപ്പം വിദേശ കോർപ്പറേറ്റുകള്, ഇവരുടെ നിയന്ത്രണത്തിലുള്ള വൻകിട ചാനലുകളുടെ താല്പര്യം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, ട്രായ് ലക്ഷ്യം വെക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് വേണ്ടി കൂടിയുള്ള പ്രക്ഷോഭമാണിതെന്ന് സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഗോപകുമാർ പറഞ്ഞു. വിഷം പുരട്ടിയ മധുരമാണ് ട്രായ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നേരത്തെ പേ ചാനലുകൾക്കെതിരെ സിഒഎ നടത്തിയ ധീരമായ പ്രതിരോധത്തെ തകർക്കാനായി സർക്കാർ സംവിധാനത്തെ തന്നെ കോർപ്പറേറ്റുകൾ പ്രയോജനപ്പെടുത്തുകയാണെന്നും ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. വിഷം പുരട്ടിയ മധുരം ഞങ്ങൾ സമരത്തിൽ ഉന്നയിക്കുന്ന പോലെ വിഷം പുരട്ടിയ മധുരം നൽകുന്നു എന്ന് പറയുന്നത് വളരെ ചെറുതല്ല. 130 രൂപ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 100 ചാനൽ എന്ന് പറയുന്ന ഒരു അവകാശവാദം പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകുമ്പോൾ അതിനപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി
വിഷയങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമരത്തിലേക്ക് സംഘടന എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉപരിയായി ട്രായ് എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതി എന്ന രീതിയിലേക്ക് അവരുടെ നയങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അവിടെ സ്വാഭാവികമായും അവർ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു, കേബിൾ TV ഓപ്പറേറ്റർമാർ എന്ന് പറയുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ മറികടന്നുകൊണ്ട് തന്നെയാണ് വെറും MSO അല്ലെങ്കിൽ അവരുടെ ബ്രോഡ്കാസ്റ്റർമാരുടെ പ്രീണനങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ ട്രായ് വന്നിട്ടുള്ളത്. കുത്തക മാധ്യമങ്ങളുടെ ചൂഷണത്തെ പ്രതിരോധിക്കാനും ഇടപെടാനും അധികാരമുണ്ടെങ്കിലും ട്രായ് അതിനെ തയ്യാറാകുന്നില്ലെന്ന് COA സംസ്ഥാന കമ്മിറ്റി അംഗം PP സുരേഷ് കുമാർ വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് അനുകൂലമായ നയമല്ല, കുത്തക മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള നയമാണ് ട്രായ് നടപ്പാക്കിയിട്ടുള്ളതെന്നും PP സുരേഷ് കുമാർ പറഞ്ഞു. നമ്മൾ ഈ സമൂഹത്തിൽ കൺസ്യൂമറും കേബിൾ ഓപ്പറേറ്ററും അല്ലെങ്കിൽ ഈ എല്ലാവരും നിലനിൽക്കണം. ഒരു ബിസിനസ് വാല്യൂ ചെയിനിൽ എല്ലാവരും നിലനിൽക്കണം. അല്ലാതെ ഒരു കൂട്ടർ മാത്രം നിലനിൽക്കുക, മറ്റുള്ളവരെ തൂത്തെറിയുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ എവിടെയും നടപ്പിലാകാൻ പോകുന്നതല്ല. രാജ്യത്ത് ഇന്നിപ്പോൾ GST നോട്ട് നിരോധനം വന്നു, GST വന്നു. അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു വാൾമനിയാണ് താരിഫ് ഓർഡർ. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിലും സംസ്ഥാന സർക്കാരിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അഡ്വക്കേറ്റ് കെ രാജൻ MLA പറഞ്ഞു. ട്രായുടെ പുതിയ നിരക്ക് നയത്തിനെതിരെ COA തൃശൂരിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച് സംസാരിക്കുകയായിരുന്നു MLA. എല്ലാ മേഖലയിലും കുത്തകവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഭരണകൂട പിൻബലത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ താരിഫ് നയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സാധാരണക്കാരായ കേബിൾ ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ TV മേഖലയെ തകർക്കുന്നതുമാണ് ഈ നിരക്ക് നയം. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളും തങ്ങളുടെ കയ്യിലാക്കുകയും രാജ്യത്തെ ഉപഭോക്താക്കളെ എങ്ങനെയും ഞെരിച്ചും തങ്ങളുടെ സ്വകാര്യ താൽപ്പര്യങ്ങളെ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തകവൽക്കരണത്തിൻ്റെ മറ്റൊരു മുഖമാണ് ട്രായുടെ രഹസ്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കാൻ ഉള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ നാളെ മുതൽ ആരംഭിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭയെ തന്നെ കേബിൾ TV രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ സാധാരണക്കാരായ ഉപഭോക്താവിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിശിതമായിട്ടുള്ള ആക്രമണത്തിനെതിരായും ഉള്ള സന്ദേശം കേരളത്തിൻ്റെ നിയമസഭയുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിൻ്റെയും മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാക്കും. കേബിൾ TV അടക്കമുള്ള രാജ്യത്തെ ചെറുകിട മേഖലകളിലും കുത്തകവൽക്കരണം നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം TK വാസു അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരായ കേബിൾ TV ഉപഭോക്താക്കൾക്കും ഒരു തൊഴിൽ മേഖലയ്ക്കും വേണ്ടിയുള്ള COAയുടെ ഈ സമരം നിലനിൽപ്പിനായുള്ള സമരമാണ്. ഇത് കൂടുതൽ ശക്തിയാർജിക്കണമെന്നും ഇതിന് ബഹുജന പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രായ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളും സാധാരണക്കാരന് വേണ്ടിയാണ് എന്ന് പറയുകയും അത് കുത്തകകൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേബിൾ TV രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയും. നിങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുമ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് മുട്ടുമടക്കാതിരിക്കാനാവില്ല. ഇത് ഓപ്പറേറ്റർമാരുടെ പ്രശ്നം മാത്രമല്ല അവർ ഉന്നയിക്കുന്നത്, ഞങ്ങളുടെ കൂടി പ്രശ്നമാണ് എന്ന് അവർ ബോധ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള സമരപ്പന്തലുകളിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ സ്വമേധയാ കടന്നു വരുന്ന സ്ഥിതി ഉണ്ടാകും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകി സാധാരണക്കാരായ കേബിൾ TV വരിക്കാരെ കുത്തക മാധ്യമ ഭീമന്മാർ വഞ്ചിക്കുകയാണെന്ന് സിഡ്കോ ഡയറക്ടർ TV ജോൺസൺ പറഞ്ഞു. ഉപഭോക്താക്കളുടെ പണം വിഴുങ്ങാനുള്ള ഹിഡൻ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമത്തിലൂടെ കണ്ടിട്ടുള്ള ചില പരസ്യങ്ങൾ, ഈ ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ചില പരസ്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് അവർ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പണം പിടുങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. TCV തൃശൂർ. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭവും പ്രതിരോധവും അനിവാര്യമാണെന്ന് മുരളി പെരുന്നെല്ലി MLA. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർക്കുകയും ചെയ്യുന്ന സമീപനം ട്രായും കേന്ദ്ര സർക്കാരും തിരുത്താൻ തയ്യാറാകണമെന്നും മുരളി പെരുന്നെല്ലി MLA വ്യക്തമാക്കി. ട്രായ് നിർദ്ദേശപ്രകാരം ഇന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക അധികരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. 100 ചാനലുകൾ സൗജന്യമായി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരൊറ്റ ചാനലും ജനപ്രിയ ചാനൽ എന്ന രൂപത്തിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വീടുകളിൽ സന്ധ്യ കഴിഞ്ഞാൽ ധാരാളം സ്ത്രീകളൊക്കെ കണ്ടുവരുന്ന പല ചാനലുകളും അത് അമിതമായ വാടക കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്.
അപ്പോൾ സമസ്ത മേഖലയിലും ജനദ്രോഹ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് ട്രായ് വഴി ഈ മേഖലയിലെ ജനങ്ങളെയും കൊള്ള ചെയ്ത് ഒരുപിടി കുത്തക കമ്പനികൾക്ക് കേബിൾ ടി വി രംഗത്തെ വിഴുങ്ങാനായി വൻകിട കോർപ്പറേറ്റുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ടെലികോം റെഗുലേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നതെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ. ട്രായ് ഇത് തിരുത്തണം. ഫെബ്രുവരി മാസത്തിൽ മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഈ ഉത്തരവ് ട്രായ് തിരുത്തുക, ട്രായ് അത് പിൻവലിക്കുക. സാധാരണ നമ്മൾ വിഷം പുരണ്ട മധുരം കൊടുക്കാറുണ്ട്. ചില പ്രഖ്യാപനങ്ങളിൽ ചില മധുരം പുരട്ടി വെക്കും. പക്ഷെ ആ മധുരത്തിന് അധികം മണിക്കൂറിന്റെ നിമിഷത്തിന്റെ ആയുസ് ഉണ്ടാകാറില്ല. ഇപ്പോൾ കാണിക്കുന്ന ചില താൽക്കാലികമായ മധുരം പുരട്ടലുകൾ പോലും അതിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന മഹാവിഷത്തിന്റെ കൂടി സൂചകമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന്, ഈ ന്യായവാദങ്ങൾക്ക് ഞങ്ങളുടെ പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേബിൾ TV മേഖലയിൽ ട്രായ് നടപ്പിലാക്കുന്ന താരിഫ് ക്രമത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശികമായി വരുന്ന ദൃശ്യമാധ്യമങ്ങൾ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളെക്കാൾ വലിയ പങ്ക് വഹിക്കാറുണ്ട്. കേബിൾ TVയും അങ്ങനെ ഉടലെടുത്ത് വന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്നത് സർക്കാരും പൊതുസമൂഹവും തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുകയാണ്. സർക്കാരിന് ജോലി കൊടുക്കാൻ കഴിയാത്ത ഈ ലോകത്താണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമായി ഇത് വർദ്ധിച്ചത്. സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, COA സംസ്ഥാന കമ്മിറ്റി അംഗം PB സുരേഷ്, COA ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CA ബൈജു, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ്, DYFI ജില്ലാ പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞു. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. നെല്ല് സംഭരണ മില്ലുകൾ സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നു. ഏനമാവ് മുല്ലശ്ശേരി മേഖലയിലെ കോൾ കർഷകർ വിളവെടുപ്പ് നീട്ടിവെച്ചു. കോൾ ഡബിൾ പദ്ധതിയും പ്രതിസന്ധിയിൽ. ഏനമാവ് മുല്ലശ്ശേരി മേഖലയിലെ കോൾപ്പാടങ്ങളിൽ നെൽകൃഷി വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. എല്ലാ പടവുകളും നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തീരുമാനപ്രകാരം നെല്ല് നൽകാൻ കർഷകർ തയ്യാറാണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരണത്തിന് നിയോഗിച്ചിട്ടുള്ള മില്ലുകൾ സർക്കാർ തീരുമാനത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നെല്ല് സംഭരണത്തിന് ഹാൻഡ്ലിംഗ് ചാർജായി 1 കിലോയ്ക്ക് 49 പൈസ കർഷകർക്ക് നൽകണമെന്ന് സർക്കാർ മിൽ ഉടമകളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും കിലോയ്ക്ക് 12 പൈസ മാത്രമേ നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് മില്ലുടമകൾ. കഴിഞ്ഞ വർഷം ഈ ഇനത്തിൽ കോൾപ്പടവ് കമ്മിറ്റികൾക്ക് നൽകേണ്ട തുക മില്ലുകൾ ഇതുവരെയും നൽകിയിട്ടില്ല. ജില്ലാ പാടി ഓഫീസറുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കോൾപ്പടവ് ഭാരവാഹികളുടെയും മില്ലുടമകളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. എങ്കിലും മില്ലുടമകൾ നിലപാട് വ്യക്തമാക്കി യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. തെക്കേക്കോഞ്ചിറ കോൾപ്പടവിലും മണലൂർ താഴം കോൾപ്പടവിലുമാണ് മേഖലയിൽ ആദ്യം വിളവെടുപ്പ് ആരംഭിക്കുക. പിന്നീട് തുടർച്ചയായി 20ഓളം പടവുകളിലും കൊയ്ത്ത് നടക്കേണ്ടതുണ്ട്. ഈ പടവുകളിലെത്തിയ മില്ലുടമകൾ ഹാൻഡ്ലിംഗ് ചാർജ് 12 പൈസ മാത്രമേ നൽകാൻ കഴിയൂ എന്ന് വ്യക്തമാക്കിയതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. കൃഷി വകുപ്പ് മന്ത്രിയുടെയും സിവിൽ സപ്ലൈസ് മന്ത്രിയും കോൾപ്പടവ് ഭാരവാഹികളും മില്ലുടമകളും സംയുക്തമായി എടുത്ത തീരുമാനമാണ് മില്ലുടമകൾ ഏകപക്ഷീയമായി അട്ടിമറിച്ച് കർഷകരെ ദുരിതത്തിലാക്കിയിട്ടുള്ളതെന്നും തീരുമാനമാകാതെ ഒരു പടവിലും കൊയ്ത്ത് നടത്തുകയില്ലെന്നും
സംയുക്ത കോൾപ്പടവ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി പരമേശ്വരൻ പറഞ്ഞു. 25-ാം തീയതി തെക്കേ കൊന്തല കോൾപ്പടവിൽ നടക്കുന്ന കൊയ്ത്ത് അനശ്വരമായിട്ട് നീട്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റു അടുത്ത പാഠശാലകളിലെല്ലാം കൊയ്ത്ത് ആരംഭിക്കേണ്ട ഡേറ്റുകളായി. ഈ പാഠശാലകളെല്ലാം കോൾ ഡബിൾ പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള പാഠശാലകളാണ്. ഈ കൊയ്ത്ത് വൈകുന്നതോട് കൂടിയിട്ട് ഡബിൾ കോൾ പദ്ധതിയുടെ കാര്യത്തിലും ആശങ്കാകുലരാണ് കർഷകർ. വിളവെടുപ്പ് പൂർത്തിയായാൽ മാർച്ച് മാസം ആദ്യത്തിൽ തന്നെ ഇരിപ്പു കൃഷി ആരംഭിക്കേണ്ട രീതിയിലാണ് കാർഷിക കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രളയ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാൻ കഠിന പ്രയത്നം നടത്തുന്ന കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വൻ തിരിച്ചടിയാണ് ഉണ്ടാവുക. TCV പാവറട്ടി. തൃശൂർ പൂങ്കുന്നം സെന്ററിൽ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന റൗണ്ട് അബൌട്ട് ഗതാഗത സ്തംഭനത്തിന് കാരണമാകുന്നു. നഗരവികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടിയ റോഡിലാണ് ഈ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. 4 പ്രധാന റോഡുകൾ ചേരുന്ന പൂങ്കുന്നം സെന്റർ തൃശൂരിനെ സംബന്ധിച്ച് ഗതാഗതക്കുരുക്കിന് പേരുകേട്ടൊരിടമാണ്. കുന്നംകുളം, പടിഞ്ഞാറേക്കോട്ട, തൃശൂർ റൗണ്ട്, പുഷ്പഗിരി അഗ്രഹാരം എന്നിവിടങ്ങളിലേക്ക് തിരിയുന്ന പൂങ്കുന്നം സെന്ററിൽ കോർപ്പറേഷന്റെ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്താണ് നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടിയത്. ഇതോടെ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനും അല്പം ആശ്വാസമായിരുന്നു. എന്നാൽ അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം പിന്നീട് പലപ്പോഴും ഇവിടം ഗതാഗത സ്തംഭനത്തിന് വേദിയാക്കാറുണ്ട്. ഇതിനിടയിലാണ് തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ ഇതേ സെന്ററിൽ റൗണ്ട് അബൌട്ട് സ്ഥാപിക്കുന്നത്. ഇത് കടുത്ത ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. തിരക്കേറിയ ജംഗ്ഷനിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ നിർമ്മിക്കുന്ന റൗണ്ട് അബൌട്ട് അപകടങ്ങൾക്കും വഴിവെക്കും. സ്വകാര്യ ബാങ്കായ ധനലക്ഷ്മിക്കായി നിർമ്മിക്കുന്ന റൗണ്ട് അബൌട്ട് ഡ്രൈവർമാരുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മുൻപ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു എന്നതിന്റെ പേരിൽ ഇതേ റോഡിലുണ്ടായിരുന്ന ട്രാഫിക് സിഗ്നൽ ലാൻഡ് പോലും ഇവിടെ നിന്ന് നീക്കിയിരുന്നു. അതേ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിർമ്മാണമെന്നതും ഗൗരവകരമാണ്. വീതി കൂട്ടിയ റൗണ്ട് അബൌട്ടുകൾ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനും തിരിയാനും പ്രയാസമേറും എന്നിരിക്കെയാണ് സുഗമമായ ഗതാഗതക്കുരുക്കിന് വീതി കൂട്ടിയ സെന്ററിൽ സ്വകാര്യ ബാങ്കിന്റെ പരസ്യം പതിക്കാനായി ഇത്തരമൊരു റൗണ്ട് അബൌട്ട് സ്ഥാപിക്കുന്നത്. ഇതിനെതിരെ വാഹനയാത്രക്കാരിലും പ്രദേശവാസികളിലും ഇതിനോടകം പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ അശ്വിനി ജംഗ്ഷനിലേതടക്കമുള്ള റൗണ്ട് അബൌട്ടുകളുടെ വീതി പകുതിയായി കുറച്ചതും ഈ അടുത്ത കാലത്താണ് എന്നതും ശ്രദ്ധേയമാണ്. വികസനത്തിന്റെ മറപിടിച്ച് നടക്കുന്ന തിരക്കേറിയ വീതികളിലെ ഇത്തരം അശാസ്ത്രീയ നിർമ്മാണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ഇത് ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകളെയും പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകളിൽ കൂടുതലായി ഇറങ്ങുന്ന അവധി ദിവസങ്ങളിൽ പൂങ്കുന്നം ജംഗ്ഷൻ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നതും പതിവാണ്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പ്രധാന ജംഗ്ഷനുകളിലും റോഡുകളിലും ഉണ്ടാകുന്ന ഇത്തരം അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ പൊതുവായ അഭിപ്രായം. TCV തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വനിതാ ജഡ്ജിമാർ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് മതിയായ കോടതികൾ ഇല്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഇത് ഗുരുതരമായ സാഹചര്യമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഇരയായ വ്യക്തിക്ക് പ്രതിയുടെ മുന്നിലൂടെ കോടതിയിലെത്തേണ്ട സാഹചര്യമാണ്. നിർഭയമായി ഇരകൾക്ക് മൊഴി നൽകാൻ സാധിക്കുന്നില്ലെന്നും കോടതി വിലയിരുത്തി. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ പീഡനത്തിന് ഇരയാകുന്നവർക്ക് മൊഴി നൽകാൻ കോടതികളിൽ പ്രത്യേക സംവിധാനമുണ്ട്. ഇവിടത്തെ സ്ഥിതി ദയനീയമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ വേണമെന്ന BDJSന്റെ ആവശ്യം BJP കോർ കമ്മിറ്റി യോഗം തള്ളി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമരം അപമാനിതമാക്കിയെന്ന് വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര നേതാക്കൾ ഫെബ്രുവരി ആദ്യവാരം കേരളത്തിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP കോർ കമ്മിറ്റി സംസ്ഥാന നേതൃയോഗവും തൃശൂരിൽ ചേർന്നത്. അഖിലേന്ത്യാ സെക്രട്ടറി H. രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം പാർട്ടിയെ അപമാനിതമാക്കിയെന്ന് വി. മുരളീധരൻ വിഭാഗം യോഗത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം സമരം മികച്ചതായിരുന്നുവെന്നും സംഘടന ചലനാത്മകമായെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. എന്നാൽ സമരം വിജയമായിരുന്നുവെന്ന നിലപാടാണ് കോർ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃയോഗത്തിലും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. ശബരിമല വിഷയത്തിൽ നിയമപോരാട്ടം തുടരുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. നിയമയുദ്ധത്തിലും നമ്മുടേതായ പങ്ക് നമ്മൾ സുപ്രീം കോടതിയിൽ വഹിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ 5 സീനിയർ ലോയേഴ്സിനെ വരില്ല, പങ്കെടുക്കില്ല, അസൗകര്യം പറഞ്ഞവരെ പോലും BJP നേതൃത്വം കണ്ട് ആ നിലയ്ക്കുള്ള നിയമപോരാട്ടം, ജനങ്ങളുടെ പോരാട്ടം, വിശ്വാസികളുടെ മുന്നേറ്റം
ഈ നിലയ്ക്ക് നമ്മൾ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് നിർണയം ഫെബ്രുവരി 15-നകം പൂർത്തിയാകാനാണ് യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. വ്യക്തികൾക്ക് പ്രാധാന്യം നൽകാതെ വിജയസാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. BDJS സീറ്റ് നിർണയം പൂർത്തിയാക്കിയ ശേഷം BJP സീറ്റുകൾ ധാരണയാക്കാനാണ് യോഗത്തിൽ തീരുമാനമായത്. തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് വേണമെന്ന BDJSന്റെ നിലപാട് BJP കോർ കമ്മിറ്റി യോഗം തള്ളി. 4 സീറ്റ് നൽകാനാണ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നത്. BJPക്ക് നിർണായകമായ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്നും കോർ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. BDS-യുമായുള്ള സീറ്റ് ധാരണ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പിന്നീട് കോർ കമ്മിറ്റി യോഗം വിശദീകരിച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് BJPക്കുള്ളത്. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും. ഏതാനും മണ്ഡലങ്ങൾ എന്ന് ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും. ഞങ്ങൾ പാർട്ടി ആഭ്യന്തര തലത്തിൽ നടത്തിയ സർവേയിലും 2 ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ സർവേയിലും സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ജനവികാരം BJPക്ക് അനുകൂലമായി സംജാതമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഫെബ്രുവരി 24-നകം സ്ഥാനാർത്ഥികളെ BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ കേന്ദ്ര നേതാക്കൾ ഫെബ്രുവരി ആദ്യവാരം മുതൽ കേരളത്തിലെത്തുമെന്നും K. സുരേന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പരാജയമായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് പരാജയമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയ പ്രസവിക്കുമോ? കോൺഗ്രസിന്റെ സ്ഥിതി അതാ. എവിടെ കെട്ടിയാലും ഒരാൾ പരാജയമെന്ന് കണ്ടില്ലേ? കണ്ടപ്പോൾ വേറെ മോളെ കൊണ്ടിറക്കുന്നു, അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനറൽ സെക്രട്ടറിമാർക്ക് തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീധരൻപിള്ള താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും സൂചന നൽകി. അധികാര രാഷ്ട്രീയത്തോട് താൽപര്യമില്ലെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള വേദിയുടെ സുരക്ഷാ ചുമതല SPG സംഘം ഏറ്റെടുത്തു. IG R. ഭഗത്, അഡീഷണൽ IG അനീഷ് തിരോവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 14-അംഗ സംഘമാണ് സുരക്ഷാ ചുമതലയ്ക്കായി എത്തിയത്. ഇതിനു പുറമെ കേന്ദ്ര ഇന്റലിജൻസ് സംഘവും തൃശൂരിലെത്തി. തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനാൽ ഭാഗത്താണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി തയ്യാറാക്കുന്നത്. SPG സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് 40 അടി വീതിയിൽ 10 അടി ഉയരത്തിലാണ് വേദി തയ്യാറാക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയുടെയും വാഹനവ്യൂഹം സഞ്ചരിക്കുന്ന റൂട്ടുകളും SPG സംഘം പരിശോധിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ, കമ്മീഷണർ യതീഷ് ചന്ദ്ര, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വേദിയുടെ 50 മീറ്റർ അകലെയായി ബാരിക്കേഡ് കെട്ടി പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കും. പ്രധാന വേദിയുടെ കാൽനാട്ട് കർമ്മം BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് നിർവഹിച്ചു. കോർപ്പറേഷനിലെ വിവിധ സേവനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ LDF-ൽ ഭിന്നത. സേവന നികുതി ചുമത്താനുള്ള ധനകാര്യ കമ്മിറ്റിയുടെ തീരുമാനം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം നഗരസഭയിലെ കെട്ടിടങ്ങൾക്ക് ശുചിത്വപാലനം, ജലവിധാനം, തെരുവുവിളക്ക്, ഡ്രെയിനേജ് എന്നീ സേവനങ്ങൾക്ക് വസ്തുനികുതി ഈടാക്കുന്നതിനോടൊപ്പം 10% സേവന നികുതി ചുമത്തണമെന്ന ധനകാര്യ കമ്മിറ്റി യോഗത്തിലെ ശുപാർശയാണ് കൗൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. ശുചിത്വ പരിപാലനത്തിന് 4%, ജലവിതരണത്തിന് 3%, തെരുവിളക്കിന് 2%, ഡ്രെയിനേജിന് 1%മാണ് സേവന നികുതി ചുമത്തണമെന്നാണ് ധനകാര്യ കമ്മിറ്റി ശുപാർശ ചെയ്തത്. പ്രതിപക്ഷം നൽകിയ കത്തിനെ തുടർന്നാണ് വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചത്. സേവന നികുതി ചുമത്തണമെന്ന ധനകാര്യ കമ്മിറ്റിയുടെ ശുപാർശ പ്രത്യക്ഷത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ 1,00,000-ഓളം കുടുംബങ്ങളെ ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അധിക നികുതി ഈടാക്കാനുള്ള അജണ്ട തള്ളിക്കളയണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ, A. പ്രസാദ് എന്നിവർ ആവശ്യപ്പെട്ടു. അതേസമയം പാവപ്പെട്ട കുടുംബങ്ങളെ ബാധിക്കുന്നതിനാൽ സേവന നികുതി ചുമത്താനുള്ള നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ഭരണപക്ഷ കൗൺസിലർ E. പ്രേംകുമാർ ആവശ്യപ്പെട്ടു. ധനകാര്യ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തെങ്കിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് കൗൺസിൽ യോഗമാണെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി വ്യക്തമാക്കി. അതേസമയം അജണ്ട തള്ളിക്കളയണമെന്ന ആവശ്യം മേയർ അംഗീകരിക്കുന്നതിനാൽ പ്രതിപക്ഷം വോട്ട് ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പ് അംഗീകരിക്കുന്നതിനാൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. എന്നാൽ ധനകാര്യ കമ്മിറ്റി എടുത്ത തീരുമാനം റദ്ദാക്കണമെങ്കിൽ 3 മാസം കഴിഞ്ഞേ സാധിക്കുള്ളൂ എന്ന് മേയർ അറിയിച്ചു. പ്രതിപക്ഷം ബഹളം വെച്ചതോടെ മേയർ യോഗം പിരിച്ചുവിട്ടു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള.
നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നാക്കും വാക്കുമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് അഡ്വക്കേറ്റ് കെ രാജൻ എം.എൽ.എ. പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എരവിമംഗലത്തുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരോട് സംവദിച്ച ഇത്രയും വലിയ ഒരു ബൗദ്ധികൻ അടുത്തകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ചെയർമാൻ MP അബ്ദുസമദ് സമദാനി പറഞ്ഞു. സുകുമാർ അഴീക്കോട് ജീവിച്ചിരുന്ന കാലത്തെ ഇന്ത്യയെയും ഇന്നത്തെ ഇന്ത്യയെയും വിലയിരുത്തേണ്ട ഒരു കാലമാണിതെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അഴീക്കോടിന്റെ ഗർജനം അത് കേൾക്കേണ്ട ഇടങ്ങളിൽ കേൾക്കുന്ന ശബ്ദമായിരുന്നുവെന്നും സാഹിത്യ സാമൂഹിക വിമർശകനായിരുന്നു അദ്ദേഹമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ പറഞ്ഞു. അഴീക്കോട് സ്മാരകത്തിന് സർക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നുവെന്നും ഒരാഴ്ചയ്ക്കകം അഴീക്കോടിന്റെ ശബ്ദവും വീഡിയോ ദൃശ്യങ്ങളും സ്മാരക മന്ദിരത്തിൽ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ PA വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജയരാജ് വാര്യർ, കവി ഡോക്ടർ C രാവുണ്ണി, അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, K രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തു. TCV തൃശൂർ. റോഡിലെ നിലംപതിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് കാറളം സ്വദേശി മരിച്ചു. ഇളമുഴ കൂട്ടിലപ്പാറ വേലപ്പൻ മകൻ മഹാദേവനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഭാര്യ അജിതയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നതിനായി പോകുന്ന വഴി കാറളം ആലംപറമ്പിന് സമീപത്തെ നിലംപതിയിൽ വെച്ച് സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മഹാദേവനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 38ാമത് ദേശീയ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. പുല്ലൂറ്റ് ചാപ്പാറ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി രാജാറാവു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബോങ്കഡെ, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ലരശൻ, സംസ്ഥാന സെക്രട്ടറി S ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാരംഭ മത്സരത്തിൽ മിക്സഡ് ഡബിൾസ് ഇനങ്ങളിൽ കേരളം വിജയിച്ചു. 26 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 22 വർഷം മുൻപ് അരങ്ങേറിയ ഹ്യുഗെറ്റ അതേ വേദിയിൽ പുനരവതരിപ്പിക്കാനായതിന്റെ ഓർമ്മകളാണ് നാടക ചലച്ചിത്ര പ്രവർത്തകനായ ജിജോയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. മഴവില്ല് പോലെ വളഞ്ഞു വന്നു വീണ കോർണർ കിക്കോടെ സ്കൂളിൽ തന്നെ എല്ലാവരും അറിയാൻ തുടങ്ങി. 1997 തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ അരങ്ങേറിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോണിൽ ഹിഗ്യുറ്റ എന്ന നാടകം ജിജോയ് എന്ന നടന്റെ ജീവിതത്തിലെ സുപ്രധാന അധ്യായമാണ്. ശശിധരൻ നടുവിൽ അവതരിപ്പിച്ച ഹിഗ്യുറ്റ എന്ന നാടകത്തിലൂടെ ക്രൈസ്റ്റ് കോളേജ് നാടകത്തിന് ഒന്നാമതെത്തിയപ്പോൾ ജിജോയ് ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോണിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിയ ജിജോയ് ഷേക്സ്പിയർ നാടകവേദികളിലൂടെ അന്താരാഷ്ട്ര നാടകങ്ങളിൽ സജീവമായി. സിനിമ, സീരിയൽ രംഗത്തും ദീർഘകാലം പ്രവർത്തിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായ ജിജോയ് ക്രൈസ്റ്റ് കോളേജിൽ ഹിഗിറ്റ വീണ്ടും അവതരിപ്പിക്കാനായാണ് പഴയ നാടക സംഘത്തിനോടൊപ്പം ചേർന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം പഴയ നാടകം അതേയിടത്ത് അവതരിപ്പിക്കാനായതിന്റെ സന്തോഷമാണ് ജിജോയ് പങ്കുവച്ചത്. അല്ല, ഹിഗ്യുറ്റ നമ്മൾ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാലസ് ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഇന്റർസോൺ നമ്മൾ ചെയ്തത്. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും ഇത്രയും നാളുകൾക്ക് ശേഷം കളിക്കുക, അതും പഴയ ആളുകൾക്ക് വരിക, അവർ ഗൾഫിലും എല്ലാവിടെയും ഇങ്ങനെ, ഇപ്പോൾ ഞാൻ പൂനെയിൽ അങ്ങനെ എല്ലാവരും കൂടെ വരുന്നു, കളിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു സുഖം തന്നെയാണ് അത്. പ്രത്യേകിച്ച് പാലസ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഇവരൊരുക്കിയ ഫുട്ബോൾ മൈതാനത്ത് ഗാലറിയിലിരുന്നാണ് കാണികൾ നാടകം ആസ്വദിച്ചത്. പള്ളിപ്പെരുന്നാളും വെടിക്കെട്ടും ശവഘോഷയാത്രയും ഫുട്ബോൾ മത്സരവും ഹിഗ്യുറ്റയെ വേറിട്ട അനുഭവമാക്കി. ഇന്ത്യൻ ഗോൾ വലയം ദീർഘകാലം കാത്ത വിക്ടർ മഞ്ഞിലയും നാടകത്തിന്റെ ഭാഗമായി. എന്നാൽ ശബ്ദവെളിച്ച സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് നാടക സംവിധായകനായ ശശിധരൻ നടുവിൽ മീറ്റ് ദി ആർട്ടിസ്റ്റ് പരിപാടിയിൽ പ്രകടമാക്കിയത്. പ്രൈവസി എന്ന നാടകത്തിന്റെ അണിയറ പ്രവർത്തകരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. നാടകമേളയുടെ ഭാഗമായുള്ള ചിത്രശില്പ പ്രദർശനം കാണാനെത്തിയ വിദ്യാർത്ഥികളും ഇറ്റ്ഫോക്ക് മേളയുടെ വേറിട്ട കാഴ്ചയായി. ആശ്ചര്യ ചൂടാമണി എന്ന ചുമർ ചിത്രവും ശില്പ പ്രദർശനവും ആസ്വദിക്കാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ 200 വിദ്യാർത്ഥികളാണ് ഇറ്റ്ഫോക്ക് വേദിയിലെത്തിയത്. ഞങ്ങൾ ഭാരതീയ വിദ്യാഭവനിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നത്. പെയിന്റിങ്ങിന് നല്ല രസമായിട്ടാണ്. ചിത്ര പ്രദർശനം ആസ്വദിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ചിത്രരചനയിൽ പങ്കാളികളായാണ് ലോക നാടക കാഴ്ചകൾ അവതരിപ്പിക്കുന്ന വേദിയിൽ നിന്നും പുത്തൻ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. നാടക സംഘാടക എന്ന നിലയിലാണ് സോണിയാഗിരി എന്ന മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഹ്യുഗെറ്റ എന്ന നാടകസംഘത്തിന്റെ ഭാഗമായത്. സംഘാടകയിൽ നിന്ന് നാടക പ്രവർത്തകയായി മാറിയ സോണിയാഗിരി കാളിദാസ് ജയറാമിന്റെ അമ്മയായി സിനിമയിലും അരങ്ങേറ്റം കുറിക്കുകയാണ്.
ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണായിരുന്ന സോണിയാഗിരി ഹിഗിറ്റി എന്ന നാടകത്തിൽ ഗീർവർഗീസ് അച്ഛന്റെ അമ്മയായാണ് ഇറ്റ്ഫോക്ക് വേദിയിലെത്തിയത്. 1 വർഷം മുമ്പ് ക്രൈസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ ഹിഗിറ്റി എന്ന നാടകത്തിന്റെ സംഘാടകയായാണ് സോണിയാഗിരി നാടക സംഘത്തിന്റെ ഭാഗമായത്. സംഘാടകയിൽ നിന്ന് നാടക പ്രവർത്തകയായി മാറുകയായിരുന്നു. ഡൽഹി അടക്കമുള്ള വേദികളിൽ ഹിഗിറ്റ അവതരിപ്പിച്ചു. ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി ഹിഗിറ്റയിൽ വേഷമിട്ടു. ഈ നാടക സൗഹൃദം തുടരാൻ തന്നെയാണ് സോണിയാഗിരിയുടെ തീരുമാനം. ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ള രീതിയിലല്ല, ഇതിപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ അലുമിനി ആയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ അവർ തന്നെ നമ്മൾ നാടകത്തിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് അറിയാവുന്നതും കൊണ്ടും കൂടെയാണ് അതിൻ്റെ ഇതിൽ നമ്മളെ ക്ഷണിച്ചത്. ഞാനിതിൽ ഗീവർഗീസിൻ്റെ അമ്മ 2 എണ്ണം ഇരിങ്ങാലക്കുട തന്നെ ആയിരുന്നു. പിന്നെ ഒരെണ്ണം ഡൽഹിയിൽ മഹേന്ദ്ര ഫെസ്റ്റിൽ ചെയ്തു. നഗരസഭാ അംഗമായിരിക്കെ നാടക പ്രവർത്തകയെന്ന വേഷത്തിനൊപ്പം സിനിമയിലേക്കും ഇവർ ചുവടുവെക്കുകയാണ്. ജയറാമിന്റെ മകൻ കാളിദാസ് വേഷമിടുന്ന അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന സിനിമയിൽ അമ്മ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമ അരങ്ങേറ്റം. ഹ്യുഗിറ്റ എന്ന നാടകം നൽകിയ ഭാഗ്യവുമായാണ് നഗരസഭാ അംഗമെന്ന പദവിയിൽ നിന്നും ഇവർ കലാരംഗത്ത് പുതിയ ചുവടുകളുമായി മുന്നേറാൻ ഒരുങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇറ്റ്ഫോക്കിന് കൈകോർത്ത് ലളിതകലാ അക്കാദമി ഒരുക്കിയ ടെറാക്കോട്ട ക്യാമ്പ് ശ്രദ്ധ നേടുന്നു. 10 അംഗ സംഘത്തിന്റെ ശില്പങ്ങളാണ് കളിമണ്ണിൽ തെളിയുന്നത്. ഇറ്റ്ഫോക്കിനോടനുബന്ധിച്ചാണ് കേരള ലളിതകലാ അക്കാദമി ടെറാക്കോട്ട ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 20-ന് ആരംഭിച്ച ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. ജ്യോതിലാൽ, സുനിൽകുമാർ, ശ്രീജിത്ത് കുമ്പള, അനിൽ, VK ജയൻ, ആഷിഖ്, യദുകൃഷ്ണൻ, സബിത, അജീഷ് വെങ്കടേശ്വരൻ എന്നിവരാണ് കളിമൺ ശില്പങ്ങൾ ഒരുക്കുന്നത്. വ്യത്യസ്തമാർന്ന പ്രമേയങ്ങളാൽ ശ്രദ്ധേയമാണ് ഓരോ ശില്പവും. ക്യാമ്പിലെ ഏക വനിതയായ കണ്ണൂർ സ്വദേശിനി സബിത ഒരുക്കുന്നത് സമോവറിന്റെ ശില്പമാണ്. ചിന്തകളുടെ സങ്കീർണത ബന്ധിപ്പിക്കുമ്പോൾ സമോവർ മികച്ച പ്രതീകമാവുകയാണ്. സമൂഹത്തിലെ വ്യത്യസ്ത തട്ടുകളെ പ്രതിനിധീകരിക്കുന്ന 3 മനുഷ്യരുടെ ശില്പങ്ങളാണ് ആലപ്പുഴ സ്വദേശി അനിൽ B കൃഷ്ണ തീർക്കുന്നത്. VK ജയൻ തീർത്ത വള്ളിക്കെട്ടും വേരുകളും വ്യത്യസ്തതയാൽ ശ്രദ്ധേയമാണ്. കരിങ്കാലി, ബുദ്ധപ്രതിമ തുടങ്ങിയ ശില്പങ്ങളും ആസ്വാദക ശ്രദ്ധ നേടി. അതൊരു ടെറക്കോട്ട ശില്പ ക്യാമ്പ് ആകുമ്പം ജനങ്ങളിലേക്ക് ടെറക്കോട്ട ശില്പത്തിൻ്റെ ഒരു മാധ്യമം എന്ന നിലയിൽ ഇത് പലരുടെയിലേക്കും എത്തിക്കാനും അക്കാദമി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ നഗരത്തിൽ നടക്കുമ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയും അക്കാദമി ഇതിലൂടെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ സംഗീത പരിപാടികളും എല്ലാ കലകളും ഒന്നാണ് എന്നൊരു കമ്മ്യൂണിക്കേഷനാണ് ഇതിലൂടെ അക്കാദമി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. TCV, തൃശ്ശൂർ. തൃശൂർ പൂങ്കുന്നം സീതാറാം മില്ലിന്റെ കുളത്തോട് ചേർന്നുള്ള ചുറ്റുമതിൽ ഇടിഞ്ഞത് അപകടക്കെണിയാകുന്നു. നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന നഗരമധ്യത്തിലെ പ്രധാന വഴികളിലൊന്നാണ് പൂങ്കുന്നം സീതാറാം മിൽ റോഡ്. പൊതുവെ വീതി കുറഞ്ഞ് വളവും തിരിവും നിറഞ്ഞ ഈ വഴിയുടെ ഓരം ചേർന്നുള്ള കുളത്തിന്റെ ചുറ്റുമതിലാണ് ഇടിഞ്ഞു വീണ് അപകടക്കണി സൃഷ്ടിക്കുന്നത്. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ നടന്നുപോകുന്ന വഴിയുടെ വളവിനോട് ചേർന്നാണ് മതിൽ ഇടിഞ്ഞ് താണിരിക്കുന്നത്. കാടുവളർന്നും മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിലുമുള്ള പ്രദേശം പൊതുജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കി മതിൽ പുതുക്കി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും പൊതുപ്രവർത്തകരും ചേർന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകാൻ പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരണം നടത്തി. ഇത് അടുത്ത ദിവസം കളക്ടർക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകും. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പും ഉച്ചകഴിഞ്ഞ് നടന്ന കാഴ്ചശിവേലിയിലും 7 ഗജവീരന്മാർ അണിനിരന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ മേളത്തിനും അന്നമനട പരമേശ്വരമാരാർ പഞ്ചവാദ്യത്തിനും പ്രാമാണികത്വം വഹിച്ചു. വൈകിട്ട് കുടമാറ്റവും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അഴകം, വല്ലപ്പാടി ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണ താലപ്പൊലി ആഘോഷം നടന്നത്. കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ റോഡിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കിഴക്കേക്കോട്ട മണ്ണുത്തി റോഡിൽ മെക്കാഡം ടാറിംഗ് നടക്കുന്നതിനാൽ വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി കടത്തിവിടുന്നില്ല. എല്ലാ വാഹനങ്ങളും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ മുൻവശത്തെ റോഡിലൂടെ വളർക്കാവ് അഞ്ചേരി വഴി റോഡിലൂടെയാണ് തിരിച്ചുവിടുന്നത്. ഇതുമൂലം മുഴുവൻ സമയവും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കിഴക്കേക്കോട്ട മണ്ണുത്തി റോഡിന്റെ ടാറിംഗ് കഴിയുന്നതുവരെ യാത്രക്കാർക്ക് ഈ ഗതാഗതക്കുരുക്ക് സഹിക്കേണ്ടി വരും. നാട്ടിക മണപ്പുറത്തെ വോളിബോൾ പ്രേമികൾക്ക് ആവേശം പകരാൻ അമേരിക്കയുടെ ഒളിമ്പിക് താരം ഡേവിഡ് ലീയും സ്ലോവാക്യയുടെ ആന്ദ്രേജ് പട്ടുക്കും ഉൾപ്പെടെ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ടീം തൃപ്രയാറിലെത്തി. കൊച്ചിയിലെ പ്രോ വോളി ലീഗ് മത്സരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നേവിയും കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സും നേർക്കുനേർ പോരാടുന്ന സന്നാഹ മത്സരത്തിനാണ് തിങ്കളാഴ്ച തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക. അമേരിക്കയുടെ അഭിമാനമാണ് 36-കാരനായ ഡേവിഡ് കാമറൂൺ ലീ എന്ന വോളിബോൾ താരം. നിലവിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ടീം അംഗം. വിശേഷണങ്ങൾ ഏറെയാണ് ഡേവിഡ് കാമറൂൺ ലീ എന്ന ലോകോത്തര വോളിബോൾ പ്രതിഭയ്ക്കുള്ളത്. 105 കിലോ ഭാരമുള്ള 6 അടി 8 ഇഞ്ച് ഉയരക്കാരൻ.
അമേരിക്കയുടെ ദേശീയ ടീം അംഗം. ലോകോത്തര താരമായ ഡേവിഡ് ലീയുടെ പ്രകടനം കാണാനുള്ള അസുലഭ അവസരമാണ് നാട്ടിക മണപ്പുറത്തെ കായിക പ്രേമികൾക്ക് കൈവന്നിരിക്കുന്നതെന്ന് ബ്ലൂ സ്പൈക്കേഴ്സിന്റെ അന്തിക്കാട്ടുകാരനായ കോച്ചും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായ TC ജ്യോതിഷ് കുമാർ പറയുന്നു. ഡേവിഡ് ലീ, അതുപോലെ ആൻഡ്രെ പട്ടൂക്ക്, ഇന്റർനാഷണൽ വോളിബോൾ പ്ലേയേഴ്സ് ഉണ്ട്. ഡേവിഡ് ലീ വന്നിട്ട് ഒളിമ്പ്യനാണ്. ഈസ് എ ഗോൾഡ് മെഡലിസ്റ്റ് ഒളിമ്പിക്സ് ആൻഡ് 1 ബ്രോൺസ് മെഡലാണ്. ഹി വാസ് അമേരിക്കൻ ടീം ക്യാപ്റ്റൻ. സോ നമ്മുടെ നാട്ടുകാർക്ക് വന്ന് കാണാനും ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് 28 ഈവനിങ് 6 മണിക്ക് മാച്ച് വെച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2 മുതൽ കൊച്ചിയിൽ ആരംഭിക്കുന്ന പ്രോ വോളി ലീഗ് മത്സരത്തിലെ ടീമുകളിൽ ഒന്നാണ് കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ്. ഇന്ത്യൻ നേവിയാണ് ബ്ലൂ സ്പൈക്കേഴ്സിന്റെ എതിരാളികൾ. ഡേവിഡ് ലീക്ക് പുറമെ സ്ലോവാക്കിയയുടെ ദേശീയ താരം ആന്ദ്രേജ് പട്ടുക് കായിക പ്രേമികളുടെ ആവേശം കൂട്ടും. 2018 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ ഉഗ്രപാണ്ഡ്യ മോഹൻ, മികച്ച സ്പൈക്കറായ S പ്രഭാകരൻ, കേരള താരം മനു ജോസഫ്, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് തുടങ്ങിയ ഒട്ടേറെ പ്രതിഭകളാണ് ബ്ലൂ സ്പൈക്കേഴ്സിൽ അണിനിരക്കുന്നത്. എതിർ ടീമായ ഇന്ത്യൻ നേവിയിലുമുണ്ട് ഒട്ടേറെ പ്രതിഭകൾ. ലോകോത്തര പ്രതിഭകൾ കൂടി ഉൾപ്പെടുമ്പോൾ സന്നാഹ മത്സരം ആവേശത്തിന്റെ കൊടുമുടി കയറുമെന്ന ഉറപ്പാണ്. TCV തൃപ്രയാർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്ത ജില്ലയിലെ BJP നേതാക്കളെ തൽക്കാലം അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, ജനറൽ സെക്രട്ടറി ഉല്ലാസ് ബാബു, കൌൺസിലർമാരായ MS സമ്പൂർണ്ണ, മഹേഷ് തുടങ്ങി 17 പേരുടെ അറസ്റ്റാണ് തടഞ്ഞത്. 27-ാം തീയതി മോദി തൃശൂരിൽ നടത്തുന്ന പൊതുയോഗത്തിൽ വേദിയിൽ ഇവർ പ്രത്യക്ഷപ്പെടുമെന്ന പ്രഖ്യാപനം പോലീസിന് തലവേദനയായിരുന്നു. സുകുമാർ അഴീക്കോടിന്റെ 7ാം ചരമവാർഷിക ദിനം അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന സുകുമാർ അഴീക്കോട് സ്മൃതി സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7 വർഷമായി അഴീക്കോടിന്റെ അഭാവം കേരളം അനുഭവിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണവും സത്യത്തിനു വേണ്ടിയുള്ള ഉദ്ഘോഷങ്ങളായിരുന്നുവെന്നും ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. പാർവതി പവനൻ, ജയരാജ് വാര്യർ, N. ശ്രീകുമാർ, ഡോക്ടർ C. രാവുണ്ണി, അമൽ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും MI മിഷൻ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഏങ്ങണ്ടിയൂരിൽ ഗ്രാമാരോഗ്യ വാരാചരണത്തിന് തുടക്കമായി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാമോഗ്രാം യൂണിറ്റിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. മെട്രോമാൻ പത്മവിഭൂഷൺ E. ശ്രീധരൻ മാമോഗ്രാം യൂണിറ്റും നവീകരിച്ച നേത്രപരിശോധനാ വിഭാഗവും ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ E. ശ്രീധരനെ പൊന്നാടയണിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. സംവിധായകൻ സത്യനാന്തിക്കാട്, ഫാദർ ജെയിംസ് വടക്കൂട്ട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സഞ്ജയ് തൈക്കാട്ടിൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വർഗീസ് പഞ്ഞിക്കാരൻ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന സാംസ്കാരിക സംഗമവും ആദരസന്ധ്യയും സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അനൂപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംവിധായകൻ അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ വിദ്വാൻ അനന്തപത്മനാഭൻ, റേഡിയോ ആർട്ടിസ്റ്റ് M. തങ്കമണി, മേളകലാകാരൻ പെരുവനം ഹരിദാസ് തുടങ്ങിയവരെ മുതിർന്ന BJP നേതാവ് O. രാജഗോപാൽ MLA ആദരിച്ചു. ഗുരുവായൂരിലെ ദേശസാൽകൃത ബാങ്ക് ശാഖയിൽ നിന്ന് 21 ലക്ഷം രൂപ ഓൺലൈൻ വഴി തട്ടിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന അസം സ്വദേശി ദിവാൻ സനൂനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നിൽ നൈജീരിയൻ പൌരന്മാർ അടക്കം 10ലധികം പ്രതികളെ പിടികിട്ടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് തിരുവത്ര സ്വദേശി ശശിയുടെ പണമാണ് സംഘം തട്ടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വകുപ്പും കാർഷിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉദ്യമ സമാഗമം തൃശൂരിൽ ആരംഭിച്ചു. കൃഷിഭൂമിയിൽ നിന്നും വിപണിയിലേക്ക് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവും കാർഷികാധിഷ്ഠിത സംരംഭകത്വ വികസനവും മെച്ചപ്പെട്ട വിപണന സാധ്യതകളും ലക്ഷ്യമാക്കിയാണ് ദേശീയ ശില്പശാലയും പ്രദർശനവും പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത്. മേളയോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ദ്വിദിന സംഗമം വെള്ളിയാഴ്ച സമാപിക്കും. സമാഗമത്തിന്റെ ഭാഗമായുള്ള എക്സിബിഷനിൽ കൃഷി അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും മെഷീനറികളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്.
കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന അധിക വർഷാനുകൂല്യവും വിവിധ ധനസഹായങ്ങളും തൃശൂരിൽ വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ CN ജയദേവൻ MP ആനുകൂല്യ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി NR ബാലൻ, മുൻ MLA AK ചന്ദ്രൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PK കൃഷ്ണൻ, ചീഫ് എക്സിക്യൂട്ടീവ് VP യമുന, KN മോഹനൻ, PR സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ അനുവദിച്ച 100 കോടിയുടെ പ്രത്യേക ധനസഹായം ഉപയോഗിച്ചാണ് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇനി വാണിജ്യം. മനോഹരമായ ഡിസൈനും കൂടുതൽ സുഖകരമായ യാത്രയ്ക്കുതകുന്ന ഫീച്ചേഴ്സുമായി മാരുതി സുസുക്കിയുടെ പുതിയ ബിഗ് ന്യൂ വാഗണറിന്റെ തൃശൂരിലെ ലോഞ്ചിംഗ് തലൂർ BRD കാർവേൾഡ് ഷോറൂമിൽ നടന്നു. പുതുക്കാട് CI SP സുധീരൻ ബിഗ് ന്യൂ വാഗൺ ആറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. BRD കാർവേൾഡ് CEO GG സുരേന്ദ്രൻ, ഡയറക്ടർ KC സാമു, GM KK അനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാഹനപ്രേമികളുടെ പ്രിയങ്കര കാറായ വാഗൺ ആർ ഏറെ പ്രത്യേകതകളോടെയാണ് ബിഗ് ന്യൂ വാഗൺ ആറായി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ നീളവും ഉയരവും വീതിയുമായി സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന പുതിയ വാഗൺ ആർ 1 ലിറ്റർ എഞ്ചിനിലും 1.24 സിലിണ്ടർ എഞ്ചിനിലും ലഭ്യമാണ്. പുതുമയാർന്ന 6 വ്യത്യസ്ത കളറുകളിലും 12 വേരിയന്റിലും ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം ബിഗ് ന്യൂ വാഗൺ ആർ തിരഞ്ഞെടുക്കാം. വിലയിൽ കാര്യമായ വ്യത്യാസമില്ലാതെ കൂടുതൽ മനോഹരമായ ഡിസൈനും കൂടുതൽ സുഖകരമായ യാത്രയ്ക്കുതകുന്ന സൗകര്യങ്ങളും കരുത്തുമായാണ് ബിഗ് ന്യൂ വാഗൺ ആർ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9072366666. വീണ്ടും പ്രധാന വാർത്തകൾ. ട്രായുടെ താരിഫ് ഓർഡറിനെതിരെ COA നടത്തിയ ഏകദിന ഉപവാസ സമരം ജനകീയ പ്രക്ഷോഭമായി മാറി. COAയ്ക്ക് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. നെല്ല് സംഭരണ മില്ലുകൾ സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നു. ഏനമാവ് മുല്ലശ്ശേരി മേഖലയിലെ കോൾ കർഷകർ വിളവെടുപ്പ് നീട്ടിവച്ചു. കോൾ ഡബിൾ പദ്ധതിയും പ്രതിസന്ധിയിൽ. നഗരവികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടിയ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ. തൃശൂർ പൂങ്കുന്നം സെന്ററിൽ നിർമ്മിക്കുന്ന റൌണ്ട് അബൌട്ട് ഗതാഗത സ്തംഭനത്തിന് കാരണമാകുന്നതായി ആക്ഷേപം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സ്ത്രീകൾക്കെതിരായ കേസുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് മതിയായ കോടതികൾ ഇല്ലെന്നും ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ വേണമെന്ന BDJSന്റെ ആവശ്യം BJP കോർ കമ്മിറ്റി യോഗം തള്ളി. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പരാജയമായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.